Welcome back, my dear students, on a new lecture on Laplace transforms. So, in this lecture, we will discuss some problems related to Laplace transforms. So, Laplace transformsന്റെ ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചില ഫംഗ്ഷൻസിന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. So, the question is, when n is a positive integer, find the reduction formula for the Laplace transform of t raised to n and hence evaluate L of t raised to n. അതായത് നമുക്ക് ചെയ്യേണ്ടത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ടി റൈസ് ടു n കണ്ടെത്തണം. അത് ഒരു റിഡക്ഷൻ ഫോർമുല വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാൻ. അതായത് റിഡക്ഷൻ ഫോർമുല എന്ന് വെച്ചാൽ എൽ ഓഫ് ടി റൈസ് ടു എന്നിനെ എൽ ഓഫ് ടി റൈസ് ടു n മൈനസ് വണ്ണിന്റെ ടേംസിൽ എഴുതുക. ഓക്കെ, അതായത് നമ്മൾ പവേഴ്സ് റെഡ്യൂസ് ചെയ്ത് വരുന്ന ഫോർമുലാസിനെയാണ് നമ്മൾ റിഡക്ഷൻ ഫോർമുലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എൽ ഓഫ് ടി റൈസ് ടു എന്നിനെ എൽ ഓഫ് ടി റൈസ് ടു n മൈനസ് വണ്ണിന്റെ ടേംസിൽ എഴുതുക. എന്നിട്ട് എൽ ഓഫ് ടി റൈസ് ടു എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. സോ ദ ആൻസർ ഈസ് ഹിയർ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വാട്ട്? ടി റൈസ് ടു n. അപ്പോൾ നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എഫ് ഓഫ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഓക്കെ, സോ എൽ ഓഫ് ടി റൈസ് ടു n ഇസ് ഈക്വൽ ടു integral 0 to infinity f of t e raised to minus st dt, where s is real or complex. This is limit b tends to infinity integral 0 to b f of t is equal to t raised to n e raised to minus st dt. Call this as equation number 1. അപ്പോൾ integral 0 to b t raised to n e raised to minus st dt ആദ്യം നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇന്റഗ്രൽ 0 ടു ബി ടി റൈസ് ടു n ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇത് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഫോർമുലയിലാണ്. സോ പ്രോഡക്റ്റ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. എപ്പോഴും പോളിനോമിയൽസിനെയാണ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ചൂസ് ചെയ്യുന്നത്, പോളിനോമിയൽസ് സാധാരണ. So first function t raised to n into integral of e raised to minus st യുടെ integral. E raised to minus st യുടെ integral is e raised to minus st divided by minus s. Okay, minus integral of derivative of t raised to n. T raised to n the derivative is n into t raised to n minus 1 into integral of e raised to minus st. E raised to minus st derivative e raised to minus st divided by minus s dt. Okay, limit is 0 to b. ഇനി നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ, സോ ദിസ് ഈസ് മൈനസ് ടി റൈസ് ടു n ബൈ എസ്, ഈ മൈനസ് മുകളിലോട്ട് കൊടുക്കുന്നു, ഇ റൈസ് ടു മൈനസ് എസ് ടി. ഇവിടെ നമുക്ക് എന്ന് വെളിയിലെടുക്കാം, ഒരു മൈനസ് എസും വെളിയിലെടുക്കാം. സോ ഈ മൈനസും പ്ലസ് ആകും. സോ പ്ലസ് എൻ ബൈ എസ് ഇൻ്റഗ്രൽ ടി റൈസ് ടു n മൈനസ് 1 ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി ഫ്രം 0 ടു ബി. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദിസ് ആൻസർ ആസ്, ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ മൈനസ് 1 ബൈ എസ് വെളിയിലെടുത്താം. സോ മൈനസ് 1 ബൈ എസ് ഇൻറ്റു അപ്പർ ലിമിറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു ബി കൊടുക്കുമ്പോൾ ബി റൈസ് ടു n ഇ റൈസ് ടു മൈനസ് എസ് ബി. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ടി റൈസ് ടു n ഈസ് 0 റൈസ് ടു n വിച്ച് ഈസ് 0 ഇൻറ്റു സംതിങ് ഈസ് ഓൾവേസ് 0. മൈനസ് 0 പ്ലസ് എൻ ബൈ എസ് ഇൻ്റഗ്രൽ 0 ടു ബി. കാരണം ഇത് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ബി ഒന്ന് ലിമിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ടി റൈസ് ടു n മൈനസ് 1 ഇ റൈസ് ടു മൈനസ് എസ് ടി ഡി ടി. ഇവിടെ ഇൻ്റഗ്രൽ 0 ടു ബി കൊടുത്തത് ഈ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റും കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചില്ല. സോ ദിസ് ഈസ് സ്റ്റിൽ ഇൻ്റഗ്രൽ 0 ടു ബി. സോ നമുക്ക് വേണ്ടത് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ വാല്യൂ ആണ് വേണ്ടത്. സോ limit b tends to infinity integral 0 to b
t raised to n e raised to minus st dt is equal to minus 1 by s ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് b tends to infinity b raised to n e raised to minus sb plus n by s limit b tends to infinity integral 0 to b t raised to n minus 1 e raised to minus st dt. ഇതാണ് കിട്ടുന്നത്. Now the last part is ഇവിടെ t raised to n minus 1 e raised to minus st dt. t raised to n എന്ന് പകരം t raised to n minus 1 വന്നതേ ഉള്ളൂ. So this is f of t into e raised to minus st dt integral 0 to b യുടെ ലിമിറ്റ്. So this is ഇവിടെ f of t ക്ക് പകരം t raised to n minus 1 വന്നതേ ഉള്ളൂ. So this is equal to minus 1 by s limit b tends to infinity b raised to n by e raised to minus sb by e raised to sb എന്ന് എഴുതാം plus n by s limit b tends to infinity 0 to b integral 0 to b t raised to n minus 1 e raised to minus st dt എന്ന് വെച്ചാൽ t raised to n ആകുമ്പോൾ L of t raised to n ആണ്. ഇവിടെ t raised to n എന്ന് പകരം t raised to n minus 1 വന്നേ ഉള്ളൂ. So this is L of t raised to n minus 1. Okay. So നമ്മൾ തുടങ്ങിയത് L of t raised to n ആണ്. So L of t raised to n നെ L of t raised to n minus 1 ടേംസിൽ എഴുതി. പക്ഷേ ഇവിടുത്തെ ഈ ലിമിറ്റ് കണ്ടുപിടിച്ചില്ല. ഓക്കെ, സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ലിമിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ലിമിറ്റ് b tends to infinity b raised to n divided by e raised to sb. So ലിമിറ്റ് b tends to infinity b raised to n divided by e raised to sb. ഓക്കെ, നമ്മൾ എസ് പോസിറ്റീവ് ആണെന്ന് എടുക്കുന്നു. b tends to infinity ആകുമ്പോൾ b raised to n tends to infinity, e raised to sb യും tends to infinity. So this is of the form infinity by infinity എന്നുള്ള ഫോമുല. സോ അവിടെ നമുക്ക് എൽ ഹോസ്പിറ്റൽസ് റൂളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഇഫ് ലിമിറ്റ് സംതിങ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്, എക്സിന് എ കൊടുക്കുമ്പോൾ ഓക്കെ എക്സിന് എ ഇൻഫിനിറ്റി ആകാം ഫൈനൈറ്റും ആകാം, is either of the form 0 by 0 or of the form infinity by infinity. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലാണ് വരുന്നതെങ്കിൽ we use ലിമിറ്റ് കണ്ടുപിടിക്കാൻ we use എൽ ഹോസ്പിറ്റൽസ് റൂൾ. Okay, which states that limit x tends to a f of x by g of x is equal to limit x tends to a f dash of x by g dash of x. f of x by g of x ന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നതിന് പകരം f dash of x by g dash of x ന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. സോ ദിസ് ഈസ് ദ എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഓക്കെ, സോ ഇത് നമ്മുടെ തന്നിരിക്കുന്ന നമ്മുടെ ഫംഗ്ഷൻ എൽ ഹോസ്പിറ്റൽസ് റൂൾ വെച്ചിട്ട് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ബി റൈസ് ടു എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. സോ യൂസിങ് എൽ ഹോസ്പിറ്റൽസ് റൂൾ ആദ്യം നമ്മൾ ബി റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ബി റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് ഈസ് ലിമിറ്റിന് വ്യത്യാസമൊന്നുമില്ല, ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റൈസ് ടു എൻ്റെ ഡെറിവേറ്റീവ് ഈസ് എൻ ഇൻറ്റു ബി റൈസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഇ റൈസ് ടു ആദ്യം ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഇ റൈസ് ടു എസ് ബിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബിയിലാണ്. ഓക്കെ, ഇവിടെ എഫ് ഓഫ് എക്സ് ആകുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇവിടെ ബിയിലാണ് വേരിയബിൾ. സോ വിത്ത് റെസ്പെക്ട് ടു ബി ഇ റൈസ് ടു എസ് ബിയുടെ ഡെറിവേറ്റീവ് ഈസ് ബി ഇൻറ്റു ഇ റൈസ് ടു ബി അല്ല എസ് ആണ് നമ്മുടെ വേരിയബിൾ, ബി ആണ് വിത്ത് റെസ്പെക്ട് ടു ബിയിലാണ്. സോ കോൺസ്റ്റന്റ് ഈസ് എസ് ഇൻറ്റു ഇ റൈസ് ടു എസ് ബി. ഓക്കെ, സോ 1 by s വെളിയിലെടുക്കാം. സോ 1 by s ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി നമുക്ക് എന്നൂടെ വെളിയിലെടുക്കാം. സോ എൻ ബൈ എസ് എന്ന് എടുക്കാം. ബി റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റൈസ് ടു എസ് ബി. ദിസ് ഈസ് സ്റ്റിൽ എന്താണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. ഓക്കെ, സോ ബി റൈസ് ടു എൻ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആവുമ്പോൾ ബി റൈസ് ടു എൻ മൈനസ് 1 ടെൻസ് ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു എസ് ബിയും ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് സ്റ്റിൽ ഓഫ് ദ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. സോ അവിടെ വീണ്ടും എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക.
അവിടെ വീണ്ടും എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. സോ എൻ ബൈ എസ് അവിടെയുണ്ട്. ഓക്കെ, ലിമിറ്റ് b tends to infinity, b raised to n minus 1 ന്റെ ഡെറിവേറ്റീവ് n minus 1 into b raised to n minus 2 divided by s into e raised to sb. ഇവിടെ n minus 1 divided by s നമുക്ക് വെളിയിലെടുക്കാം, അവിടെ ഒന്നും b ഇല്ല. സോ ദിസ് ഈസ് n into n minus 1 divided by s into s is s square, limit b tends to infinity, b raised to n minus 2 divided by e raised to sb. Okay, still b tends to infinity ആകുമ്പോൾ this is b raised to n minus 2 tends to infinity, e raised to sb tends to infinity. Still this is of the form infinity by infinity. Okay, വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുന്നു. So this is of the form n into n minus 1 divided by s square, limit b tends to infinity, derivative is n minus 2 into b raised to n minus 3 divided by s into e raised to sb. ഇവിടെ n minus 2 divided by s വെളിയിലെടുക്കുമ്പോൾ n into n minus 1 into n minus 2 divided by s cube, limit b tends to infinity, b raised to n minus 3 divided by e raised to sb. Okay, വീണ്ടും ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. സോ യു ഗോട്ട് ദ പോയിന്റ്. ഇത് നമ്മൾ വീണ്ടും ചെയ്താലും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാണ്. പക്ഷെ നമ്മൾ ആദ്യം ബി റൈസ് ടു എൻ ആയിരുന്നു, പിന്നീട് അത് ബി റൈസ് ടു എൻ മൈനസ് 1 ആയി, പിന്നീട് അത് ബി റൈസ് ടു എൻ മൈനസ് 2 ആയി, പിന്നീട് അത് ബി റൈസ് ടു എൻ മൈനസ് 3 ആയി. ഓക്കെ, ബി റൈസ് ടു എൻ മൈനസ് 3 ആയപ്പോൾ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. ബി റൈസ് ടു എൻ മൈനസ് 1 ആയപ്പോൾ എസ് റൈസ് ടു 1 വന്നു, എന്നും എസ് റൈസ് ടു 1 വന്നു. b raised to n minus 2 ആയപ്പോൾ n minus 1 n into n minus 1 divided by s square വന്നു. b raised to n minus 3 ആയപ്പോൾ n into n minus 1 into n minus 2 divided by s cube. ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, സോ ഇത് ഡെറിവേറ്റീവ് വീണ്ടും എടുത്തെടുത്ത് പോകുമ്പോൾ b raised to 0 ആകുന്നിടം വരെ നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സോ n ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, സോ b raised to 0 ആകുമ്പോൾ ഇവിടെ അതിനെക്കാട്ടിലും ഒന്ന് കുറഞ്ഞ്, സോ n മൈനസ്, അതായത് ഈ ബി എൻ മൈനസ് 3 എന്നുള്ളത് എന്തായിരിക്കണം, എൻ മൈനസ് എൻ ആയിരിക്കണം. അവിടം വരെ നമ്മളിത് പ്രോസസ് റിപ്പീറ്റ് ചെയ്യണം. കാരണം അപ്പോൾ അല്ലെങ്കിൽ ന്യൂമറേറ്റർ എപ്പോഴും ബിയുടെ പവർ വരും. ബി ഇൻഫിനിറ്റിയോട്ട് പോകുമ്പോൾ ബി റൈസ് ടു ആ പവറും ടെൻസ് ടു ഇൻഫിനിറ്റി, ഡിനോമിനേറ്ററും ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. സോ ദ ഓൺലി വേ ഇത് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ പവർ 0 ആകണം. ഈ പവർ 0 ആകണമെന്നുണ്ടെങ്കിൽ n ടൈംസ് ഡെറിവേറ്റീവ് എടുത്ത്, ഇപ്പോൾ n മൈനസ് 3 ഇനി n മൈനസ് 3 ടൈംസ് കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അടുത്ത ടൈംസ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ n മൈനസ് 3 വരും, താഴെ s റൈസ് ടു 4 ആവും. വീണ്ടും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ n മൈനസ് 4 വരും, താഴെ s റൈസ് ടു 4 ആവും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് n ടൈംസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി, b റൈസ് ടു n ഡിവൈഡ് ബൈ e റൈസ് ടു sb ഈസ് ഈക്വൽ ടു, നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ n മൈനസ് 3 വന്നപ്പോൾ ഇവിടെ n മൈനസ് 2 വരെ വന്നു. ഇവിടെ നമ്മൾ ലാസ്റ്റ് n മൈനസ് n വരെ ചെയ്യണം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്, സോ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു, നോക്കുക b റൈസ് ടു n മൈനസ് n വരെ ചെയ്യണം. ഓക്കെ, ഇവിടെ n മൈനസ് 3 വന്നപ്പോൾ ഇവിടെ n മൈനസ് 2 വന്നു. ഓക്കെ, സോ ഒന്ന് കുറഞ്ഞു, n മൈനസ് 1 കുറഞ്ഞിട്ട് ഉള്ള വാല്യൂസ് ആണ്. ഓക്കെ, സോ ഇവിടെ n വരുമ്പോൾ ലാസ്റ്റിൽ n മൈനസ് എന്നിൽ നിന്ന് 1 കുറഞ്ഞു, n മൈനസ് 1 ടൈംസ്. ഓക്കെ, ദിസ് ഈസ് ദ ലാസ്റ്റ്. ഓക്കെ, അതിനുശേഷം b റൈസ് ലിമിറ്റ് b ടെൻസ് ടു ഇൻഫിനിറ്റി, b റൈസ് ടു n മൈനസ് n. ഇനി ഡിനോമിനേറ്ററിൽ ബി റൈസ് ടു എൻ മൈനസ് 3 വന്നപ്പോൾ എസ് ക്യൂബ് വന്നു. നമ്മൾ ബി റൈസ് ടു എൻ മൈനസ് എൻ വരെ എടുക്കും. സോ ഡിനോമിനേറ്റർ എസ് റൈസ് ടു എൻ വരും, ഇ റൈസ് ടു എസ് ബി. ഓക്കെ, സോ ദിസ് ഈസ് n minus 1 is 1. So this is 1 into 2 into 3 into 4 into etc. up to n. This is n factorial. So n factorial divided by s raised to n, limit
b tends to infinity, b raised to n minus n is b raised to 0, which is 1. So 1 by e raised to sb. Okay, ഇനി b tends to infinity ആകുമ്പോൾ e raised to sb tends to infinity ആകും. So this is 1 by infinity എന്നുള്ള ഫോർമാറ്റിലാകും, which is 0. So this is n factorial divided by s raised to n into 0, which is 0. Okay, so which means that equation 2-ൻ്റെ അകത്തെ ഈ ഫസ്റ്റ് പാർട്ട് 0 ആണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എൽ ഹോസ്പിറ്റൽസ് റൂൾ n ടൈംസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, സോ ഇക്വേഷൻ 2 ബിക്കംസ് L of t raised to n is equal to minus 1 by s into ബാക്കി ലിമിറ്റ് b tends to infinity b raised to n divided by e raised to sb യുടെ വാല്യൂ കണ്ടുപിടിച്ചു, which is 0. So into 0 plus n by s into script L of t raised to n minus. That is, this is 0, that is n by s into L of t raised to n minus. Okay, so L of t raised to n എന്ന് വെച്ചാൽ n by s into L of t raised to n minus. So L of t raised to n is equal to n by s into L of t raised to n minus. This is the result. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഡക്ഷൻ ഫോർമുല ആയിരുന്നു. റിഡക്ഷൻ ഫോർമുല എന്ന് വെച്ചാൽ എൽ ഓഫ് ടി റൈസ് ടു എൻ എൽ ഓഫ് ടി റൈസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ ഫോർമുല എഴുതുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് എഴുതുന്നത്. സോ ദിസ് ഈസ് ദ റിഡക്ഷൻ ഫോർമുല. ഓക്കെ, ഇനി എൽ ഓഫ് ടി റൈസ് ടു എന്നിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. സോ നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ ഓഫ് L of t raised to n. Reduction formula വെച്ചിട്ട് L of t raised to n is equal to n by s into L of t raised to n minus 1. So നമ്മൾ L of t raised to n L of t raised to n minus 1 ടേംസ് എഴുതിയപ്പോൾ ഇവിടെ n by s വന്നു. ഇനി L of t raised to n minus 1 ഇവിടെ n സ്ഥാനത്ത് n minus 1 ആക്കിയാൽ, ഓക്കെ, ഈ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് n by s ഉണ്ട്. സോ ദിസ് ഈസ് n മൈനസ് 1 by s. ഇവിടെ n പകരം n മൈനസ് 1 ആക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ n ആകുമ്പോൾ ഇവിടെ n by s, ഇവിടെ n മൈനസ് 1 വരും. സോ ഇവിടെ n മൈനസ് 1 ആകുമ്പോൾ ഇവിടെ n മൈനസ് 1 by s into L of t raised to n minus 1 minus 1, which is L of n minus 2. L of t raised to n minus 2 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ റിഡക്ഷൻ ഫോർമുല വീണ്ടും അപ്ലൈ ചെയ്തു. അപ്പോൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. ദിസ് ഈസ് n മൈനസ് 2 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു L ഓഫ് ടി റേസ് ടു n മൈനസ് 3. നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തു. എൻ്റെ സ്ഥാനത്ത് ആദ്യം n മൈനസ് 1 ആക്കി, പിന്നെ n മൈനസ് 2 ആക്കി. സോ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n minus 1 into n minus 2 divided by s cube. അടുത്ത സ്റ്റെപ്പിൽ വിച്ച് n minus 3 divided by s into L of t raised to n minus 4. ഓക്കെ, സോ ഇത് നമ്മളിങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ n into n minus 1 into n minus 2 into n minus 3 into n minus 4 into അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് L of ലാസ്റ്റിൽ t raised to n മൈനസ് n വരെ വരുന്നുണ്ട് വരെ നമുക്ക് പവേഴ്സ് 0 ആകുന്നുണ്ട് വരെ നമുക്ക് ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യാം. സോ ദിസ് ഈസ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു, ഇവിടെ ശ്രദ്ധിക്കുക n മൈനസ് 4 വന്നപ്പോൾ ഇവിടെ s റൈസ് ടു 4 വന്നു. നമ്മൾ ലാസ്റ്റ് t റൈസ് ടു 0 വരെ ആക്കാനാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ n മൈനസ് n വരെ പോകണം. ഓക്കെ, സോ L ഓഫ് t raised to n minus n വരെ പോകണം. ഓക്കെ, സോ n മൈനസ് 4 വരെ പോയപ്പോൾ s raised to 4 ആയി. സോ n മൈനസ് n വരെ പോകുമ്പോൾ ഡിനോമിനേറ്ററിൽ s raised to n ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ n മൈനസ് 4 വന്നപ്പോൾ ഇവിടെ n മൈനസ് 3, 4ൽ നിന്ന് 1 കുറഞ്ഞു. n മൈനസ് ഇവിടത്തെ പവർ എത്ര ആണോ കുറച്ചത് അതിൽ നിന്ന് 1 കുറച്ചു. സോ ഇവിടെ n മൈനസ് n എടുക്കുമ്പോൾ ഇവിടത്തെ പവർ n ആണ് കുറച്ചത്. സോ n-ൽ നിന്ന് 1 കുറയണം. സോ n മൈനസ് 1. ഓക്കെ,
ഇതാണ് റിഡക്ഷൻ ഫോർമുല വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ. ദിസ് ഈസ് നമ്മൾ n മൈനസ് n മൈനസ് 1 ഈസ് 1. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു എക്സെട്ര അപ് ടു n വിച്ച് ഈസ് ആക്ച്വലി n ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റൈസ് ടു n ഇൻറ്റു L of t raised to n minus 1 in is t raised to 0. T raised to 0 is 1. So L of 1. നമുക്ക് ഓൾറെഡി അറിയാം L of 1ന്റെ വാല്യൂ ഈസ് ആക്ച്വലി 1. സോ L of 1ന്റെ വാല്യൂ 1 by s ആയതുകൊണ്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ L of 1 ഈസ് ആക്ച്വലി 1 by s. Substituting that value we get n factorial divided by s raised to n into 1 by s, which is n factorial divided by s raised to n plus. So this is L of t raised to n is equal to n factorial divided by s raised to n plus. This is the Laplace transform of t raised to n. അപ്പോൾ t raised to n ന്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമും കിട്ടി. നമ്മൾ ചെയ്തത് t raised to n നെ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ t raised to n മൈനസ് 1ന്റെ ടേംസിലോട്ട് മാറ്റി. ദിസ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. അത് റിഡക്ഷൻ ഫോർമുല എന്നാണ് എഴുതിയത്. That reduction formula is actually this. L of t raised to n is equal to n by s L of t raised to n minus. നമ്മൾ എന്നിട്ട് റിപ്പീറ്റഡ് ആയിട്ട് റിഡക്ഷൻ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പ് അണ്ടിൽ ദ പോയിന്റ് ദാറ്റ് t raised to n minus n വരെ കിട്ടുന്ന വരെ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. That is what we are going to do. Okay. Let us discuss one more problem. So question. So the question is, using the definition of Laplace transform, prove that L of t raised to a is equal to gamma a plus 1 divided by s raised to a plus 1 for any positive integer a. അതായത് this is a classic relation connecting Laplace transform and gamma function. നമ്മൾ ഗാമ ഫംഗ്ഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഗാമ ഫംഗ്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുമില്ല. So understand that this is a relation connecting Laplace transform and gamma function. Okay. So state and prove the relation connecting Laplace transform and gamma function ചോദിച്ചാൽ you have to establish this result. അതിനു മുമ്പ് എന്താണ് ഗാമ ഫംഗ്ഷൻ എന്ന് നമ്മളൊന്ന് ചെറുതായിട്ട് മനസ്സിലാക്കണം. Okay. So gamma of a is defined as it is equal to integral 0 to infinity e raised to minus x raised to a minus 1 dx, where a is positive. ഈ ഇൻ്റഗ്രലിനെയാണ് നമ്മൾ ഗാമ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗാമ ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഗാമ ഓഫ് എ പ്ലസ് 1ന്റെ ടേംസിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടി റൈസ് ടു എയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോമും ഈ ഗാമ ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദ സൊല്യൂഷൻ ഈസ് നമുക്ക് ടി റൈസ് ടു എയുടെ ഡെഫിനിഷൻ. സോ എൽ ഓഫ് ടി റൈസ് ടു എ ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതുകയാണ്. ബൈ ഡെഫിനിഷൻ ഈസ് integral 0 to infinity f of t is t raised to a e raised to minus st dt. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഇന്റഗ്രൽ 0 to infinity ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റിയുമാണ്. പക്ഷേ ഇവിടെ t അല്ല വേരിയബിൾ, ഇവിടെ x ആണ് വേരിയബിൾ. ഓക്കെ, സോ ഇവിടെ e raised to ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സിമിലർ ആയിട്ട് വരണം, ഗാമ ഓഫ് എ പ്ലസ് 1ന്റെ ടേംസിൽ വരണം. ഓക്കെ, so we have to transform this equation which is in terms of t into an equation which is in terms of x. ഈ ഇക്വേഷൻ ടിയിലുള്ള ഇക്വേഷൻ ആണ്, അതിനെ എക്സിലുള്ള ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ അനുസരിച്ച് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുത്തിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടി ഉണ്ട്. സോ ഈ എസ് ടിക്ക് എക്സ് എന്ന് കൊടുത്താൽ ഇ റൈസ് ടു മൈനസ് എക്സും ഇ റൈസ് ടു മൈനസ് എക്സും ആവും. സോ ദാറ്റ്സ് ദ ട്രാൻസ്ഫോർമേഷൻ. പുട്ട് st is equal to x. ഇത് നമ്മൾ വെറുതെ പെട്ടെന്ന് കിട്ടുന്നതല്ല. ഇവിടെ ഇ റൈസ് ടു മൈനസ് എക്സ് ഉണ്ട്, ഇവിടെ ഇ റൈസ് ടു മൈനസ് എസ് ടി ഉണ്ട്. ഇ റൈസ് ടു മൈനസ് എസ് ടി ഇ റൈസ് ടു മൈനസ് എക്സ് ആകണം. സോ എസ് ടി ഷുഡ് ബി ഈക്വൽ ടു എക്സ്. ഓക്കെ, സോ വിച്ച് ഇംപ്ലൈസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ എസ്. അപ്പോൾ ടിക്ക് പോയത് എക്സ് ബൈ എസ് എന്ന് എഴുതാം. സോ ഡി ടി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എസ് എന്ന് എഴുതാം. ഓക്കെ, now substitute onto this value. t ക്ക് പകരം x by s എന്ന് കൊടുക്കാം, s t ക്ക് പകരം x എന്ന് കൊടുക്കാം, dt is equal to dx by s. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ t as t is equal to 0 ആകുമ്പോൾ s into t which is equal to s into 0 which is equal to x. s into 0 is x which is equal to 0. അപ്പോൾ t
സീറോ ആകുമ്പോൾ എക്സും സീറോ ആകും. സോ ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എസ് ടി ഈസ് എസ് ഇൻറ്റു ഇൻഫിനിറ്റി ബിക്കംസ് ഇൻഫിനിറ്റി. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ടി ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആണ്. ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എക്സും ഇൻഫിനിറ്റി ആണ്. ഓക്കെ, നമുക്ക് ട്രാൻസ്ഫോർമേഷനായി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഓക്കെ, സോ എൽ ഓഫ് ടി റൈസ് ടു എ ഈസ് ഈക്വൽ ടു integral 0 to infinity t raised to a e raised to minus st dt. ടിക്ക് പകരം നമുക്ക് ഇവിടെ e raised to st പകരം നമുക്ക് x എന്ന് കൊടുക്കാം. സോ t is equal to 0 ആകുമ്പോൾ x is equal to 0, t is equal to infinity ആകുമ്പോൾ x is equal to infinity. So this integral becomes integral 0 to infinity. e raised to minus st is e raised to minus x. ടിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? x by s എന്ന് കൊടുക്കാം. So t raised to a is actually x by s the whole raised to a. Now this is dt ki പകരം dx by s എന്ന് കൊടുക്കാം. So this is dx by s. Okay. Now this is ഇവിടെ x ഇവിടെ with respect to x ആണ് എടുക്കുന്നത്. So 1 by s raised to a ഉണ്ട്, ഒരു 1 by s ഉണ്ട്. So 1 by s raised to a plus 1 ഉണ്ട്. We can take it outside. So this is 1 by s raised to a plus 1. Integral 0 to infinity e raised to minus x x raised to a dx എന്ന് എഴുതാം. So 1 by s raised to a plus 1 integral 0 to infinity e raised to minus x. ഇനി ഗാമ എയുടെ വാല്യൂ എന്ന് വെച്ചാൽ e raised to minus x x raised to a minus 1 ആണെങ്കിൽ അതാണ് ഗാമയുടെ വാല്യൂ, ഗാമ എയുടെ വാല്യൂ. ഇവിടെ x raised to a ആ വന്നത്. സോ x raised to a x raised to a plus 1 minus 1 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ a minus 1 വരുമ്പോൾ the value is gamma a. സോ ഇവിടെ a ആണ് വന്നത്, a plus 1 minus 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദിസ് ഈസ് 1 by s raised to a plus 1. So this is by definition is gamma a plus 1. So this is gamma a plus 1. So L of t raised to a is actually 1 by s raised to a plus 1 gamma a plus 1. So remember this formula. This is an equation connecting Laplace transform and gamma function. Thank you.